ഹലോ, വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കുറേ നാളെ നമ്മൾ വീഡിയോ ഇട്ടിട്ട് കേട്ടോ, ലോങ് വീഡിയോ ഇട്ടിട്ട് കുറേ നാളെ, ഏകദേശം ഒരു മാസത്തോളമായിട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് നമ്മളൊരു ഔട്ടിംഗ് വ്ലോഗ് ഇടാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ, കാരണം ഇത്രയും ഒരു ഗ്യാപ്പൊക്കെ എടുത്തിട്ട് പോലും ആൾക്കാർ നമ്മളടുത്ത് കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുന്നുണ്ട്. പ്രഗ്നൻ്റ് ആണോ എന്നൊക്കെ ചോദിക്കുന്നത്. ഇതിന് ഒരു മറുപടി പറഞ്ഞ് ഞാൻ ശരിക്കും പിന്നെ മടുത്തു. ഞാൻ എപ്പോഴെങ്കിലും ഒരു കുറച്ച് ഗ്യാപ്പ് എടുത്തു കഴിഞ്ഞാൽ ഉടനെ ചോദിക്കുന്ന ചോദ്യമാണ് പ്രഗ്നൻ്റ് ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. എല്ലാ വീഡിയോയിലും ഇതിൻ്റെ മറുപടി പറഞ്ഞ് മടുത്തു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാനും എല്ലാവരും കൂടെ എടുത്തൊരു ഡിസിഷനാണ്, ഇനി നമ്മളതൊരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ഇടുമെന്നുള്ള രീതിയിൽ കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ എക്സിബിഷന് പോകുന്നതുകൊണ്ട് സാലഡൊക്കെ അമ്മ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കറിക്ക് വേറെ കഷ്ണങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഉള്ള കഷ്ണം കൊണ്ടൊക്കെ ബിരിയാണി ഉണ്ടാക്കാം എന്നുള്ള രീതിയിൽ ഇരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ വൈകിട്ടായി കഴിഞ്ഞപ്പോഴേക്കും മഴ പെയ്യണോ വേണ്ടയോ എന്നുള്ള രീതിയിലാട്ടോ ഇരുന്നത്. ഞങ്ങൾ രണ്ടും കൽപ്പിച്ചിറങ്ങി എക്സിബിഷന് വേണ്ടി മൂവാറ്റുപുഴയിലായിരുന്നു കേട്ടോ. അപ്പോൾ രണ്ടും കൽപ്പിച്ചിറങ്ങി, കാരണം നോക്കി ഇരുന്ന് കഴിഞ്ഞാൽ മഴ പെയ്യും. അപ്പോൾ ഞങ്ങൾ വിചാരിച്ച് രണ്ടും കൽപ്പിച്ച് എന്തായാലും കുട ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് പോകാമെന്ന് കരുതിയിട്ട്. സിയാനെ ആണെങ്കിലും പിന്നെ നമ്മൾ വേറെ എവിടെയും കൊണ്ടുപോയിട്ടൊന്നുമില്ല. അവന് ഹോളിഡേ ഉണ്ടാകുന്ന സമയത്താണെങ്കിലും എങ്ങോട്ടും പോകാനൊന്നും പറ്റിയില്ല കേട്ടോ. ആ സമയത്ത് എന്തെങ്കിലുമൊക്കെ ഫംഗ്ഷൻ ഉണ്ടാവും, എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുന്ന കാരണം അവനെ കൊണ്ടുപോകാൻ പറ്റിയില്ല. അപ്പോൾ വണ്ടർ വേൾഡ് എന്നും പറഞ്ഞിട്ടാട്ടോ മൂവാറ്റുപുഴയിലുള്ളത്. അത്യാവശ്യം കുഴപ്പമില്ല എന്നിട്ട് നല്ല ഒരുപാട് സ്റ്റാളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇതായിരുന്നു ഒരു മെയിനായിട്ട് ഇതിൻ്റെ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഏരിയ കേട്ടോ. നല്ല രസമായിരുന്നു കാണാനായിട്ട്. ഈ ഫോറിൻ കൺട്രിയിലൊക്കെ ഉണ്ടാവും ഇതുപോലത്തെ ഒരു ഫീലാട്ടോ വരുന്ന സമയത്ത്. അപ്പോൾ ഫോട്ടോസൊക്കെ എടുക്കാനായിട്ടാണെങ്കിൽ നല്ല അടിപൊളിയാട്ടോ. അപ്പോൾ സൈഡിൽ ഏറ്റവും എൻഡിലായിട്ട് ഒരു ഫോട്ടോഗ്രാഫർ ഉണ്ട് കേട്ടോ. നമുക്ക് ഫോട്ടോ എടുത്ത് തന്നിട്ട് ക്ലിക്ക് ചെയ്ത് കാണിച്ചു തരും. എൻ്റെ ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം അവർ ഫ്രെയിം ചെയ്താൽ മതി എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അത്യാവശ്യം റേറ്റ് ഉണ്ട് കേട്ടോ. എനിക്ക് ഫ്രെയിം ഒന്നും ഓൾറെഡി അത്ര ഇഷ്ടപ്പെട്ടൊന്നുമില്ല കേട്ടോ. ഫോട്ടോയും അത്ര പോരായിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മൊത്തം ഇങ്ങനെ ഇരുണ്ടിരിക്കുക, അല്ലെങ്കിൽ ലൈറ്റ് ഇല്ലായ്ക, അങ്ങനത്തെ ഒരു പ്രശ്നമൊക്കെ ഫോട്ടോയിൽ. ഒരു സിമ്പിൾ നമ്മൾ ഫോണിൽ എടുത്താൽ എങ്ങനെ ഉണ്ടാവും അതേപോലത്തെ ഒരു ഫീലായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഞങ്ങൾ കുറേ ഫോട്ടോ എടുത്തെടുത്ത് ഉരുകി ഞങ്ങൾ വേർത്ത് കുളിച്ചൊരു പരുവായി കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ പിന്നെ ഇരുന്ന ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു. അത് മാത്രമാണ് കുറച്ചും കൂടി ഒരു മെനയുണ്ടായിരുന്നു കേട്ടോ. ബാക്കിയെല്ലാം ഇങ്ങനെ ലൈറ്റ് ഇല്ല, ഫോക്കസ് കിട്ടുന്നില്ല, അങ്ങനത്തെ ഒരു രീതിയിലായിരുന്നു ആ ഫോട്ടോ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ പിന്നെ പറഞ്ഞു ഇതേ അവിടെ സൈഡിൽ നിൽക്കുന്നവർ ഫോട്ടോ എടുക്കുന്നവർ കേട്ടോ. അപ്പോൾ അവസാനം ഞങ്ങൾ പിന്നെ പറഞ്ഞു വേണ്ടാന്ന് പറഞ്ഞു കേട്ടോ. 2-3 ക്ലിക്കൊക്കെ എടുത്തു, ഞങ്ങൾക്ക് കാണിച്ചു തന്നു. അപ്പോൾ ഫ്രെയിം ചെയ്യാൻ മാത്രമായിട്ടുള്ളൊരു ഫോട്ടോ ഞങ്ങൾക്ക് കണ്ടിട്ട് ഭംഗിയായിട്ട് തോന്നിയില്ല. അപ്പോൾ ഞങ്ങളൊന്ന് വേണ്ടാന്ന് കേട്ടോ. ഇതൊക്കെ നല്ല അടിപൊളിയാട്ടോ, കാണാനായിട്ട് നല്ല അടിപൊളിയായിരുന്നു. എൻ്റെ ഫോൺ എന്താണെന്നറിയില്ല, മൊത്തം ഇങ്ങനെ ഷെയ്ക്കിൻ്റെ ഇഷ്യൂ ഉണ്ട് കേട്ടോ. ഞാൻ നടക്കുന്നതുകൊണ്ടുള്ള ഇഷ്യൂ അല്ല കേട്ടോ, അല്ലാണ്ട് എന്തോ ഇഷ്യൂ ഞങ്ങളുടെ ഫോണിനുണ്ട്. അതിങ്ങനെ മൊത്തം ഒരു ഷെയ്ക്കായിട്ട് വരും, ക്വാളിറ്റി കൂട്ടിയെടുക്കുമ്പോഴേക്കും ഷെയ്ക്ക് വരും കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതിങ്ങനെ ആനിമൽസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇത് അത്യാവശ്യം കുഴപ്പമില്ലായിരുന്നു. ഞാൻ പേടിച്ചു പോകുമെന്ന് വിചാരിച്ചിട്ട് ഇരിക്കുകയാണ്, കാരണം ഈ ആനിമൽസിൻ്റെയൊക്കെ സൗണ്ട് ഉണ്ടാവും കേട്ടോ. അപ്പോൾ എനിക്ക് പേടിയുണ്ടായിരുന്നു സിയാൻ ഒച്ച വെക്കുമോ എന്നുള്ളത്, അവൻ പേടിച്ചിട്ട് കരയോ എന്നുള്ളൊരു പേടി എനിക്ക് ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അവന് എല്ലാം ഇങ്ങനെ അത്ഭുതത്തോടെ ഇത് നോക്കിയിരിക്കും. അപ്പം ഞങ്ങൾ ഇങ്ങനെ ഓരോ ആനിമൽസിൻ്റെ പേരൊക്കെ പറഞ്ഞു കൊടുക്കുന്നത്. അവനാണെങ്കിൽ ഒന്നും മനസ്സിലാകാത്തതുകൊണ്ട് അവൻ ഇത് ഏതാ ലോകം, ഇത് എവിടെയാണെന്നുള്ള രീതിയിൽ അവനിങ്ങനെ അത്ഭുതപ്പെട്ട് പേടിച്ചിരിക്കുകയായിരുന്നു കേട്ടോ. കരച്ചിലൊന്നും ഉണ്ടായിരുന്നില്ല, നല്ല മിടുക്കനായിട്ട് അവൻ നിന്നു കേട്ടോ. ഈ പിള്ളേർക്കൊക്കെ ജസ്റ്റ് ഇങ്ങനെ കണ്ടിരിക്കാനായിട്ടൊക്കെ നല്ല രസം. നമുക്കത് വലിയ എൻ്റർടൈൻമെൻ്റ് ഒന്നും അല്ല, പക്ഷേ കുഞ്ഞുങ്ങൾക്കത് ചുമ്മാ ഇങ്ങനെ ഇരിക്കാനായിട്ടൊക്കെ നല്ല രസമായിരുന്നു കേട്ടോ. സിയാനാണെങ്കിൽ നമ്മളത് പറയുമ്പോൾ അവൻ പറയാനായിട്ട് നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറേ പേര് ഞങ്ങളത് ചോദിക്കുന്നുണ്ട് എന്ത് പറ്റി ഇങ്ങനെ വീഡിയോ ഇടാത്തതിൻ്റെ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ കുറച്ചൊക്കെ നമ്മൾ സിയാൻകുട്ടിന് വേണ്ടി കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാനായിട്ടൊക്കെ വേണ്ടിയാണ് ഞങ്ങൾ ആക്ച്വലി ഇങ്ങനെ വീഡിയോ ഒന്നും ഇടാതിരുന്നത് കേട്ടോ. കാരണം അവൻ കുറച്ച് ഇങ്ങനെ സ്പീച്ചിന് ഡിലേ വന്നിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ അവനെ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. ഇപ്പോൾ നമ്മൾ പിടിച്ചില്ലെങ്കിൽ പിന്നെ ഒരിക്കലും അവനെ നമുക്ക് നല്ല രീതിയിൽ അവനെ സംസാരിപ്പിച്ച് കൊണ്ടുവരാനായിട്ട് പറ്റില്ല. അപ്പോൾ അതൊക്കെ കൊണ്ട് അതിൻ്റെ പുറകെയൊക്കെ നടക്കുമായിരുന്നു കുറേയൊക്കെ. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ അവതാറിൻ്റെ ഇതൊക്കെയായിരുന്നു കേട്ടോ. ഇതെനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് എല്ലാം ഇങ്ങനെ എക്സിബിഷനിലൊക്കെ കാണാറുള്ളൊരു സംഭവമാണ്. നല്ല രസമുണ്ട് കേട്ടോ. ഇതൊക്കെ അവർ ക്രിയേറ്റ് ചെയ്തെടുത്തതിന് അവർക്കൊരു വലിയൊരു ഇത് കൊടുക്കണം, കാരണം അത്ര രസമായിട്ട് അവർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെയൊക്കെ കോട്ടണൊക്കെ വെച്ചിട്ട് കേട്ടോ താഴെ ചെയ്തേക്കണം, പക്ഷെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട്. അപ്പം ഞാൻ മെയിനായിട്ട് ആ ഗ്രൗണ്ടിലോട്ടൊന്ന് പോകാനായിട്ട് നോക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ഇതേപോലെ തന്നെ ഇങ്ങനെ പള്ളിപ്പെരുന്നാളിനൊക്കെ കാണുന്ന പോലെ കുറേ കളിപ്പാട്ടൊക്കെ ഇതൊന്നും ഞങ്ങൾ മേടിച്ചില്ല കേട്ടോ, കാരണം ഓൾറെഡി ഒരുപാട് കളിപ്പാട്ടം അവന് ഇരിപ്പുണ്ട്. അപ്പോൾ വേഗം എങ്ങനെയെങ്കിലും ഗ്രൗണ്ടിൽ പോവുക അവനുള്ള, കാരണം മഴ പെയ്യണതിന് മുമ്പേ അങ്ങ് വേഗം എത്തണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ഗ്രൗണ്ടിലോട്ട് എത്താനായിട്ട് വെക്കുമായിരുന്നു. അപ്പോഴേക്കും പിന്നെ നെക്സ്റ്റ് സെക്ഷൻ ഉണ്ടാകുന്ന സ്റ്റാളാണ് കേട്ടോ. അപ്പോൾ ഇത് മസാജറും കാര്യങ്ങളൊക്കെയാണ്. ഇത് മുഴുവനൊന്നും ഞാൻ എടുത്തില്ല കേട്ടോ.
ഫുള്ളായിട്ടൊന്നും ഞാൻ എടുത്തില്ല. ഞങ്ങളവിടെ നിൽക്കും, അതിൻ്റെ എന്തെങ്കിലും എടുക്കും. പിന്നെ ഇതേപോലെ ഫുഡൊക്കെ ഞങ്ങൾ മേടിച്ചായിരുന്നു, കുറച്ച് അലുവ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ഞാൻ മറ്റേ പേടയൊക്കെ എടുത്തായിരുന്നു കേട്ടോ. പേടയൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മുടെ ഇപ്പോഴത്തെ പേട എന്ന് പറഞ്ഞാൽ ചുമ്മാ പഞ്ചസാര കൊണ്ട് പൊടിച്ചിടുകയല്ലേ. പക്ഷെ ഇത് കറക്റ്റ് ഈ നെയ്യിൻ്റെ സ്വാദായിരുന്നു കേട്ടോ. നല്ല രസമുണ്ട്, നല്ല രസമല്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ചെറുത് പക്ഷെ അതേപോലെ തന്നെ എല്ലാത്തിനും നല്ല റേറ്റും കേട്ടോ. സാധാരണതിനെക്കാട്ടും നല്ല റേറ്റ്, 10-20-30 രൂപയൊക്കെ കൂടുതലായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഇതേപോലെ തന്നെ ഫുഡ് ഇതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇതിൽ നിന്ന് ഞങ്ങൾ മസാലക്കപ്പലിൻ്റെ ഒന്നും അങ്ങോട്ട് മേടിച്ചായിരുന്നു കേട്ടോ. അത്യാവശ്യം കുഴപ്പമില്ല, പക്ഷെ ഭയങ്കര റേറ്റ്. നമ്മൾ സാധാരണ കടയിൽ നിന്ന് മേടിക്കുന്നതിനെക്കാട്ടും നല്ല റേറ്റ് ഉണ്ട്, എന്നാൽ വലിയ ടേസ്റ്റ്. അലുവയൊക്കെ ഉണ്ട് ഞങ്ങൾ മേടിച്ചായിരുന്നു. ഒരു അലുവയൊന്നും വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. പക്ഷെ എല്ലാത്തിനും ഭയങ്കര റേറ്റ്. നമ്മൾ മേടിക്കുന്നതിനെക്കാട്ടും ഒരു 10-30-40 രൂപയൊക്കെ റേറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇതേ നമ്മുടെ ചെടിയുടെ കാര്യത്തിലോട്ട് വന്നപ്പോൾ എനിക്ക് ചീര ഭയങ്കര മേടിക്കണം ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ. അങ്ങനെ റെഡും ഗ്രീൻ കളർ ചീരയുടെ വിത്ത് ഞങ്ങൾ മേടിച്ചു കേട്ടോ. വേറെ ഒന്നും പ്രത്യേകിച്ച് മേടിച്ചില്ല, കാരണം ഭയങ്കര ചൂടായി തുടങ്ങി കേട്ടോ. കാരണം ആൾക്കാർ ഇങ്ങനെ നടക്കുന്നില്ല, അപ്പോൾ അതുകൊണ്ട് ഭയങ്കര ചൂടാകാൻ തുടങ്ങി. പിന്നെ സിയാൻ്റെ സ്വഭാവം മലമ്പായി തുടങ്ങിയാലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ പെട്ടെന്ന് എങ്ങനെയെങ്കിലും ഗ്രൗണ്ടിലോട്ട് എത്താനായിട്ട് നോക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ വാച്ചൊക്കെ എനിക്ക് സിയാൻ പറഞ്ഞു 10 രൂപയുടെയൊക്കെ വാച്ച് ഉണ്ടല്ലോ, അതൊക്കെ മേടിച്ചു കൊടുക്കണമെന്നുണ്ടായിരുന്നു. ഇതൊന്നും ഞങ്ങൾ മേടിച്ചില്ല കേട്ടോ. ഈ സെക്ഷനിലോട്ട് പോയേ ഇല്ല, കാരണം ഇത് മേടിക്കാൻ നിന്ന് തന്നെ ഇതിങ്ങനെ മേടിച്ചുകൊണ്ടിരിക്കും. പിന്നെ ഭയങ്കര റേറ്റ് കേട്ടോ, ഒരു രക്ഷയില്ല. ചെറിയ ഐറ്റത്തിന് വരെ ഭയങ്കര വില. അപ്പം ഞങ്ങൾ വിചാരിച്ചു ഇത് ഈ സെക്ഷനിലോട്ട് ഇനി പോകണ്ടേ, എങ്ങനെയെങ്കിൽ പുറത്തേക്ക് പോകാമെന്ന് എഴുതിയിട്ടും. അപ്പോൾ ഇത് വന്നിട്ട് ലെഗിങ് ആണ് കേട്ടോ. രണ്ടെണ്ണത്തിന് ഞങ്ങൾ 150 രൂപയായിരുന്നു. എൻ്റെ മണ്ടത്തരത്തിന് ഞാൻ മേടിച്ചില്ല, കാരണം ഇപ്പുറത്ത് വേറെ ഇതേപോലെ ലെഗിങ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് അവിടെയും കൂടെ നോക്കിയാലോ എന്ന് ചോദിച്ചു. പിന്നെ എനിക്ക് പിന്നെയും പുറകിലോട്ട് പോകാനായിട്ട് എനിക്ക് വയ്യാത്തതുകൊണ്ട് ഞാൻ പിന്നെ പോയില്ല കേട്ടോ. പക്ഷെ അത് ഭയങ്കര നഷ്ടമായി പോയി, കാരണം അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ലെഗിങ് ആയിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇതേ നമ്മൾ ഫുഡിൻ്റെ സ്റ്റാളിലോട്ട് വന്നു. അപ്പോൾ ഞാൻ പാനിപ്പൂരി ഇതെല്ലാം ഞാൻ കഴിച്ചു കേട്ടോ. കുറേ നാളത്തെ എൻ്റെ ആഗ്രഹമായിരുന്നു പാനിപ്പൂരി കഴിക്കണം എന്നുള്ളത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇതേ ഇങ്ങനെ കുലുക്കി സർബത്ത് ഉണ്ടായിരുന്നു. അയ്യോ, ഭയങ്കര വേസ്റ്റായിട്ടൊരു സാധനമായിരുന്നു, ചുമ്മാ ഫ്ലേവർ കൂട്ടിയിട്ട്. അപ്പം ഞാൻ എൻ്റെ കഷ്ടകാലത്ത് ഞാൻ മിൻ്റാണ് മേടിച്ചത്. മിൻ്റാണെങ്കിലോ ഒരുമാതിരി ടൂത്ത് പേസ്റ്റ് കലക്കിയ പോലത്തെ ഒരു ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഞാൻ എങ്ങനെയാണ് ഞാൻ ഇച്ചിരി കഴിച്ചിട്ട് ഞാൻ അവസാനം എൽഡിന് കൊടുക്കുമായിരുന്നു. മായി വെക്കാൻ കൊള്ളില്ല. പിന്നെ സിയാനും കൊടുക്കാൻ പറ്റില്ലല്ലോ, ചുമ്മാ കളർ ചേർത്തായതുകൊണ്ട് സിയാനും ഞാൻ കൊടുത്തില്ല. അപ്പുറത്തേന്ന് കരിമ്പിൻ ജ്യൂസ് പിന്നെ മേടിച്ചിട്ട് സിയാനും കൊടുക്കുമായിരുന്നു കേട്ടോ ചെയ്തത്. നല്ല ചൂടായി, അത്യാവശ്യം ഒരു രക്ഷയുണ്ടായിരുന്നില്ല. പക്ഷേ എൻ്റെ കഷ്ടകാലത്താണ് ഞാൻ മിൻറ്റ് മേടിച്ചത്. അത്ര വൃത്തിയായിട്ട് ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ ജസ്റ്റ് ഇത് ഈ കുലുക്കി സർബത്ത് എങ്ങനെ ഇത് ചെയ്യുന്നത് ജസ്റ്റ് ഇങ്ങനെ കാണാനായിട്ട് നമുക്കൊരു കൗതുകം ഉണ്ടല്ലോ, അങ്ങനെയൊക്കെ നോക്കാമെന്നൊക്കെ വിചാരിച്ചു. പക്ഷെ പുള്ളി വെറുതെ ചുമ്മാ അടിച്ചിട്ട് ഇങ്ങനെ വട്ടം ചുറ്റിക്കുന്നേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഒരു രസമൊന്നും ഉണ്ടായിരുന്നില്ല കാണാനായിട്ട്. ചുമ്മാ അതിനകത്ത് ഇട്ടുകൊണ്ട് അടിച്ചുകൊണ്ടിങ്ങനെ ഇരിക്കുകയായിരുന്നു കേട്ടോ. നമ്മൾ കുലുക്കി സർബത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ കുറച്ച് എക്സ്പെക്റ്റ് ചെയ്യുമല്ലോ, നമ്മൾ ഈ പല സ്ഥലത്ത് ഇങ്ങനെ ഈ ഫേസ്ബുക്കിലൊക്കെ കാണുന്നതല്ലേ, അതൊക്കെ എക്സ്പെക്റ്റ് ചെയ്ത് ഞങ്ങൾ പോയത്. പക്ഷേ കണ്ടതൊക്കെ വേറെയാണ്. അത് കഴിഞ്ഞ് നമ്മൾ ഗ്രൗണ്ടിലോട്ട് എത്തി കേട്ടോ. ഗ്രൗണ്ടിലെത്തിയപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഒരു സമാധാനമായത്. ഇതിലും ഭയങ്കര റേറ്റ് ആയിരുന്നു കേട്ടോ. എനിക്കറിയില്ല ഇത് എന്നെ ഇത്ര റേറ്റ് മേടിക്കണേന്നുള്ളത്. ചുമ്മാ ഈ ട്രംലിനൊക്കെ അവർ 50 റുപ്പീസൊക്കെ 50-80 റുപ്പീസ് എന്തെങ്കിലും മേടിച്ചു. പിന്നെ നമ്മുടെ കൊച്ചിൻ്റെ കാര്യത്തിനല്ലേ, അവനൊരു സന്തോഷമായിട്ടെ എന്നൊക്കെ വിചാരിച്ചിട്ട് എല്ലാത്തിലും കയറി. ആദ്യം തന്നെ കയറിയത് ഞങ്ങൾ ജയൻറ്റ് വീലിലാണ്. ദൈവമേ, ഇതിനപ്പുറം അബദ്ധം ഉണ്ടാവാനില്ലായിരുന്നു. കാരണം ശരിക്കും നമുക്ക് രണ്ടുപേർക്കും, എനിക്കാണെങ്കിലും അത് എൽഡിനാണെങ്കിലും അത് ഛർദ്ദിക്കാൻ വരുമായിരുന്നു. ഞാൻ ഇതിന് മുമ്പ് മറ്റേ ജയൻറ്റ് വീലിൽ കയറിയിട്ടുണ്ട്. എനിക്ക് അപ്പം തോന്നാത്തൊരു ഫീലായിരുന്നു ഇതിനകത്ത് ഈ പ്രാവശ്യം കയറിയപ്പോൾ. ഒരു രക്ഷയുണ്ടായിരുന്നു, എനിക്ക് വൊമിറ്റ് ചെയ്യാൻ വരുമായിരുന്നു. നിർത്തുമെന്ന് പറയാൻ പോലും പറ്റാത്തൊരവസ്ഥയായിരുന്നു. ഞാനാണെങ്കിൽ സിയാനെയും കയറ്റിയിട്ടായിരുന്നു കയറിയത്. ഒരു രക്ഷയുണ്ടായിരുന്നില്ല കേട്ടോ. എനിക്ക് തന്നെ കയറാനായിട്ട് ആൾക്കാർ അധികം ഉണ്ടായിരുന്നില്ല, 1-2 ആൾക്കാരൊക്കെ കയറുന്നുണ്ടായിരുന്നുള്ളൂ കേട്ടോ. പക്ഷേ ഏറ്റവും വലിയ അബദ്ധമായിപ്പോയി. എൽഡിന് തന്നെ എന്ത് പറയണമെന്നറിയില്ല, എന്നെ ചീത്ത വിളിക്കാനുള്ള ദേഷ്യം എൽഡിനുണ്ടായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ എൽഡിനൊന്നും പറഞ്ഞില്ല, എൽഡിനോട് മിണ്ടാതെ. കാരണം ഞങ്ങൾക്ക് രണ്ടുപേർക്കും വൊമിറ്റ് ചെയ്യാൻ വരുമായിരുന്നു. കാരണം ഫുഡ് കഴിച്ചിട്ട് നമ്മൾ ഇതിനകത്ത് കയറുമ്പോൾ ശരിക്കും നമുക്ക് വൊമിറ്റ് ചെയ്യാൻ വരും. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞ് കഴിയുമ്പോൾ വലിയ കുഴപ്പമില്ല. പക്ഷെ ആദ്യമൊക്കെ ഇങ്ങനെ ഇറക്കമാകുമ്പോഴേക്കും നമുക്ക് ഒരുമാതിരി വൊമിറ്റ് ചെയ്യാനായിട്ടൊക്കെ വരുമായിരുന്നു കേട്ടോ. ഞാനപ്പോൾ എൽഡിനോട് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നുണ്ട് പേടിയാവണ്ടെന്നും പറഞ്ഞ് ചോദിച്ചപ്പോൾ എൽഡിന് ഇല്ലാതൊക്കെ പറയുന്നുണ്ട്. എന്നാലും എൽഡിന് എന്നോട് ദേഷ്യം വരുന്നുണ്ടെന്ന് എനിക്ക് തന്നെ തോന്നിയായിരുന്നു കേട്ടോ. ആ സമയത്ത് എന്നെ തല്ലിക്കൊല്ലാനുള്ള ദേഷ്യം എൽഡിനുണ്ടാകുന്നത് എനിക്ക് അപ്പോൾ തോന്നിപ്പോയി.
അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മുടെ സിയാൻകുട്ടിനെ ഈ കാറ് കയറ്റി കേട്ടോ. എങ്ങനെ ഇരുത്തിയോ അതേപോലെ തന്നെ ഇരിക്കുകയായിരുന്നു കേട്ടോ. ഒരു അനക്കം ഉണ്ടായിരുന്നില്ല, അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ലാണ്. അവൻ അങ്ങനെ തന്നെ ഇരുന്നു കേട്ടോ. നല്ല കോമഡി ആയിരുന്നു കേട്ടോ അതൊക്കെ. ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നവർ ചിരിക്കുകയായിരുന്നു കേട്ടോ അവൻ്റെ എക്സ്പ്രഷനൊക്കെ കണ്ടിട്ട്. കാരണം ഇതിൻ്റെ സ്പീഡ് കൂടി കഴിഞ്ഞപ്പോഴേക്കും ബാക്കി പിള്ളേർ പുറകിൽ ഇരുന്ന പിള്ളേരെ മുഴുവൻ കരച്ചിലായിട്ട് എഴുന്നേറ്റ് പോയിട്ടോ. അവൻ അപ്പോഴും അതിൻ്റെ അകത്ത് തന്നെ ഇരിക്കും. നമ്മൾ പിന്നെ 10-80 രൂപ കൊടുത്തതല്ലേന്ന് വെച്ചിട്ട് നമ്മൾ അവിടെ തന്നെ കുറച്ച് നേരം ഇരുത്തി കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇതേ ടംബ്ലിനിൽ കയറി. ഇതും ഭയങ്കര വിറ്റായിരുന്നു. കാരണം ബാക്കിയെല്ലാം നല്ല തക്കട് പോലത്തെ പിള്ളേരായതുകൊണ്ട് അവർ ചാടുമ്പോഴേക്ക് ഇവൻ തെറിച്ച് പോവുമായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് കേട്ടോ. ഇവൻ ഫുള്ള് വീഴ്ചയായിരുന്നു കേട്ടോ. ബാക്കി പിള്ളേരെല്ലാം നല്ല ചാട്ടമായിരുന്നു. കാരണം ഇവനെക്കാട്ട് ആരോഗ്യമുള്ളതും പ്രായമുള്ള പിള്ളേരായതുകൊണ്ട് തന്നെ അവർ നല്ല ചാട്ടം ചാടും. ഇവൻ അങ്ങ് നടക്കുമായിരുന്നു കേട്ടോ. പാവം തോന്നി. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ കോമഡിയുമായിരുന്നു കേട്ടോ. ഒന്നാമത്തെ ഒരു സിയാൻ മാത്രമാണ് ഇങ്ങനെ വീണ് പോകുന്നിട്ട്. ബാക്കി എല്ലാ പിള്ളേരും തുള്ളുന്നതുകൊണ്ട് അവൻ മാത്രം ഇങ്ങനെ വീണ് പോകുന്നത്. കാരണം അവിടെ ഉണ്ടെന്ന് സകല ആൾക്കാരായിരുന്നു. ഈ പിള്ളേരുടെ പാരൻസ് എല്ലാം ഭയങ്കര ചിരിയായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ വേറെ ഐറ്റംസിലൊന്നും അധികം കയറിയില്ല. കാരണം നമ്മൾ ബസ്സിനെ പോകുന്നത് കേട്ടോ. അപ്പോൾ അത് കാരണം ഞങ്ങളൊരു ഐസ്ക്രീമൊക്കെ കഴിച്ച് ഇതിൻ്റെ അകത്തൊക്കെ കയറണം എന്നൊക്കെ വിചാരിച്ചു. ഒന്നിനും കയറിയില്ല കേട്ടോ. പിന്നെ എള്ളും പറഞ്ഞ് വേണ്ട, എള്ളിന് ഒന്നാമത്തെ കാര്യം ജയൻ്റ് വീലിൽ കയറിയപ്പോൾ തന്നെ എള്ളിൻ്റെ ഫ്യൂസ് പോയെന്ന് പറഞ്ഞ പോലത്തെ അവസ്ഥ വന്നിട്ട് വോമിറ്റ് ചെയ്യാൻ വന്നു കേട്ടോ. ഉള്ളത് പറയണമല്ലോ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഫുഡ് കഴിച്ച് നമ്മൾ കയറുമ്പോഴേക്ക് നമുക്ക് വോമിറ്റ് ചെയ്യാം, ഭയങ്കരമായിട്ട് വോമിറ്റ് ചെയ്യാനായിട്ട് തോന്നും കേട്ടോ. എനിക്ക് ഇതിനകത്തൊക്കെ കയറ്റണം എന്നുണ്ടായിരുന്നു കേട്ടോ ചെയ്യാനെ. പിന്നെ ഞങ്ങൾ വിചാരിച്ചു വേണ്ട, ഇനിയിപ്പോൾ തിരിച്ച് പോകാമെന്ന് കരുതി കേട്ടോ. കാരണം ചൂട് അത്യാവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ അതേ നമ്മുടെ ഈ പറഞ്ഞ പോലെ പേടി സ്വപ്നമായിരുന്നു അത്. അത് കഴിഞ്ഞിട്ട് വീട്ടിലെത്തിയപ്പോഴേക്ക് അമ്മ കപ്പയും അതേപോലെ ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് ഒന്നും വേണ്ട. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യാം കേട്ടോ.